എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല രണ്ട് പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ 4 മണി പലഹാരമായോ കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് പലഹാരം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 1/4 കപ്പ് ചെറുപയർ പരിപ്പ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ്. 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കഴുകി മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. ഈ കഴുകി ഇട്ട് കൊടുത്ത വെള്ളം തന്നെ ഉണ്ടാവും ഇത് അരച്ചെടുക്കാൻ കട്ടിയാണെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നൈസായിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 125 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കാം. മൈദപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അയമോദകം ഇതുപോലെ ഒന്ന് തിരുമ്പി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ മണം ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ എള്ളും 1 ടീസ്പൂൺ എണ്ണയും ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പാകത്തിൽ കുഴച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പകുതി മാവെടുത്തിട്ട് ചെറിയ ഇതേപോലെയുള്ള ഉരുളിയാക്കിയെടുത്ത് കുറച്ച് പൊടിയും പതറി പരത്തിയെടുക്കണം. ഇനി ഇത് ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. പൂരിക്ക് പരത്തുന്ന പാകത്തിൽ കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി ബാക്കി മാവിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും സവാളയും ചെറുതായി മുറിച്ചത് ചേർത്ത് കുഴച്ച് ഒന്നും കൂടെ അതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്ത് ഇതുപോലെ മുറിച്ചെടുക്കാം. ബാക്കി മാവും കൂടെ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നന്നായി ചൂടായ എണ്ണയിലേക്ക് നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കണം. അയമോദകലം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണവും രുചിയും ഒരു പ്രത്യേക രുചിയും മണമാണ് ഇതിന്. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതാ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. ഇതിന് വേണ്ട ഒരു കറി തയ്യാറാക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാളയും തക്കാളിയും ഇട്ടൊന്ന് വഴറ്റി 2 പച്ചമുളകും വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് തിളവരുമ്പം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുരുമുളക് പൊടിയും പതറി കുറച്ച് കസ്തൂരി മെറ്റി ഇട്ട് പച്ച വെളിച്ചെണ്ണ 1/4 ടീസ്പൂൺ ഒന്ന് നനച്ചും കൊടുത്താൽ നമ്മുടെ പലഹാരത്തിന് വേണ്ട നല്ല രുചിയുള്ള കറി റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കാനായി പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്ത് പരത്തി വെച്ച ചെറുപയർ പരിപ്പ് ചപ്പാത്തി ഇട്ട് കൊടുത്ത് മുകളിൽ കുറച്ച് എണ്ണയും തടവി കൊടുക്കുക. എണ്ണയും നെയ്യും വേണ്ടാത്തവർ എണ്ണയൊന്നും ഇല്ലാതെ ചുട്ടെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും തന്നെയായിരിക്കും. എണ്ണ ഇഷ്ടമുള്ളവർക്ക് എണ്ണയും തടവിയിട്ട് ചുട്ടെടുക്കാം. ഇത് കണ്ടില്ല, നല്ലപോലെ പൊള്ളി വരും. ഇത് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുണ്ടാവും. കുട്ടികൾക്കെല്ലാം ഇത് സ്കൂളിലെല്ലാം കൊടുത്തേക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ചെറുപരിപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ കറിയുടെ ആവശ്യവുമില്ല. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ